ഹലോ ഫ്രണ്ട്സ്, ആക്കില്ലേ ലേറ്റസ്റ്റ് റിവ്യൂ. സോയയുടെ കയ്യിൽ നിന്ന് ബെഡ് കോഫി വാങ്ങിയിട്ട് രാജു പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ കുടിച്ചോളാം. രാജു അങ്ങനെ ഓർക്കുവാണ്. ഹൃദയയും രാജുവും കൂടെ ആ ഫോറസ്റ്റിൽ ഇരിക്കുമ്പോഴാണ് അവരുടെ കാറ് തള്ളിയിട്ടത്. അത് രാജുവിന് മനസ്സിലായി, ഇതാരോ ചെയ്തതാണ്, ഇത് ദീപക്ക് ചെയ്തതായിരിക്കണമെന്ന് രാജുവിന് മനസ്സിലായി. രാജു പറയുന്നുണ്ട്, ശരിയാക്കി തരാം. രാജു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും കുടിക്കാൻ കൊണ്ടുവന്ന കോഫി വാഷ് ബേസിനിൽ കൊണ്ടുപോയി കളയുവാണ്. എന്നിട്ട് രാജുവും ഹൃദയ ഇങ്ങനെ വെളിയിലിറങ്ങി ഓരോ കാഴ്ചകൾ കാണുവാണ്. രാജു പറയുന്നുണ്ട്, അപ്പോൾ വിടാതെ പിന്തുടരുകയാണ്, വളരെ ജാഗ്രതയോടെ ഇരിക്കണം. അപ്പോൾ രാജു എന്ന് വിളിച്ചുകൊണ്ട് ഹൃദയ അങ്ങോട്ട് വരുന്നുണ്ട്. ഹൃദയയുടെ കാല് അവിടെ പാറയെ തട്ടുന്നുണ്ട്. അയ്യോ രാജു! ഹൃദയ വീഴാതെ പെട്ടെന്ന് രാജു ഹൃദയെ കയറി പിടിക്കുന്നുണ്ട്. അയ്യോ, രാജു ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ തലയും കുത്തി വീണനെ. എൻ്റെ ഋതു വീഴാതിരിക്കാനല്ലേ ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല രാജു, അതുകൊണ്ട് എനിക്കിന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം. അതിനെന്താ, ഋതു സുഖമായിട്ട് ഉറങ്ങിക്കോ, പക്ഷേ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. അതെന്താ രാജു? അത് ഈ പകല് കിടന്നാൽ എനിക്ക് ഉറക്കം വരില്ല, ഋതു പോയി കിടന്നുറങ്ങിക്കോ എന്നും പറഞ്ഞ് ഋതിയെ പറഞ്ഞു വിടുവാണ് രാജു. രാജുവിൻ്റെ വീട്ടിലാണെങ്കിൽ കൊച്ചമ്മണിയും അമ്പികയും പ്രിയയും എല്ലാം ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാധമ്മ വിളമ്പി കൊടുക്കുന്നുണ്ടെങ്കിലും രാധമ്മയുടെ മുഖം ആകെ വിഷമത്തിലാണ്. ഈ സമയം വേണുവേട്ടനാണെങ്കിൽ ജനലിൻ്റെ അടുത്ത് നിന്ന് രാജുവിനെ വിളിക്കുവാണെന്ന് തോന്നുന്നു. പക്ഷേ രാജുവിനെ കിട്ടുന്നുമില്ല. ആ ഒരു സങ്കടം വേണുവേട്ടൻ്റെ മുഖത്തുണ്ട്. അമ്പിക ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. കൊച്ചമണി പറയാം, രാധമ്മേ, ആരെയാ വേണുവേശൻ കുറേ നേരം കൊണ്ട് വിളിക്കുന്നത്, ഒന്ന് സൂക്ഷിച്ചോണേ. അപ്പം പ്രിയ പറയാം, എൻ്റെ അച്ഛൻ രാജുവിനെ ഋതുമോളെയാണ് വിളിക്കുന്നത്. നാശം പിടിച്ച കിളവി ഒരു കുറ്റം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. അപ്പോൾ വേണുവേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്തായി വേണുവേട്ട, ഫോൺ കിട്ടുന്നില്ലടി, അവിടെ റേഞ്ച് ഇല്ലെന്നാ തോന്നുന്നേ. അമ്പിക സന്തോഷത്തോടെ മനസ്സിൽ പറയാം, രണ്ടിൻ്റെയും പണി തീർന്നു കാണും, പിന്നെ എങ്ങനെ ഫോൺ എടുക്കാനാ. കൊച്ചമണി ഉടനെ പറയാം, നിങ്ങൾക്കൊക്കെ ഒരു സാമാന്യ മര്യാദയില്ലാത്തതാ അത്ഭുതം. പ്രിയ വിടുവോ, ഞങ്ങൾക്കൊക്കെ സാമാന്യ മര്യാദ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും യാതൊരു സ്വസ്ഥതയില്ലാതെ വെടികൊണ്ട് നടന്ന പന്നികളെ പോലെ നടന്ന പിള്ളേരാതുങ്ങൾ. അവർ സ്വസ്ഥതയായിട്ട് എവിടെങ്കിലും ഒന്ന് താമസിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുന്ന എന്തിനാന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൊച്ചമ്മണി അങ്ങനെ പറഞ്ഞപ്പോൾ വേണുവേട്ടൻ പറയാം, മക്കൾ എങ്ങോട്ടെങ്കിലും പോയാലേ മാതാപിതാക്കൾക്കൊരു ടെൻഷനുണ്ടാവും. അയ്യോ, അതുകൊണ്ട് വിളിച്ചു പോയതാ. ഉടനെ അമ്പിക, രാധമ്മേ, ശ്രീലക്ഷ്മിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ കിടക്കുമല്ലയോ, ഇനി രാധമ്മയെ ഒന്ന് കരയിപ്പിക്കണം അവക്ക്. അതിന് മേഡം അവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞല്ലോ. ഉടനെ കൊച്ചമ്മണി, അമ്പിക രുക്മിണിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞോ, എന്നാൽ രുക്മിണി കേൾക്കും. രാധമ്മയ്ക്ക് അറിയാവോ, ഈ അമ്പികയും രുക്മിണിയും കൂടെ ഒരു കാലത്ത് ഇരട്ടപ്പറ്റ സിസ്റ്റേഴ്സിനെ പോലാണ് നടന്നത്. ഇവർ പാരവയ്ക്കാത്ത ആൾക്കാർ ഈ നാട്ടിലില്ല. അമ്പിക ഉടനെ പറയും, ഇവരെന്തൊക്കെയായി പറയുന്നത്, എനിക്ക് രുക്മിണിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല, എനിക്ക് രുക്മിണിയെ കാണുന്നതിന് ഇഷ്ടമല്ല. പ്രിയ പറയാം, എൻ്റെ അമ്മായിയമ്മ ഇങ്ങനെ ആയിപ്പോയി, പ്രായം 100 കഴിഞ്ഞെന്ന് തോന്നുന്നു, ഓർമ്മ ഒട്ടുമില്ല. എടി പ്രിയെ, പ്രായം പറഞ്ഞെന്നെ ആക്ഷേപിച്ചാലുണ്ടല്ലോ, വരാൻ പോന്ന കർക്കിടകത്തിൽ എനിക്ക് 40 ആകത്തേ ഉള്ളു. തള്ളേ, അപ്പോൾ നിങ്ങളുടെ 10ാമത്തെ വയസ്സിലായിരുന്നോ ജയേട്ടനെ പ്രസവിച്ചത്? ജയേട്ടനിപ്പോൾ വയസ്സ് 10-36 രാധമ്മ ദേഷ്യത്തോട് പറയാം, നിങ്ങൾ ഈ വഴക്കൊന്ന് നിർത്തിക്ക്, ഞങ്ങളിവിടെ ഒരു ഗൗരവമുള്ള കാര്യം പറയുമല്ലയോ. ഞാൻ ശ്രീലക്ഷ്മിയോട് സംസാരിക്കാം, അങ്ങനെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. അപ്പോൾ വേണുവേട്ടൻ പറയും, അങ്ങനെ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല മാഡം. ശ്രീലക്ഷ്മി ആര് പറഞ്ഞാലും പഠിക്കില്ല, അവൾ അനുഭവം കൊണ്ടേ പഠിക്കൂ. അപ്പോഴംബികയ്ക്ക് ദീപക്കിൻ്റെ ഫോൺ വരുന്നുണ്ട്. അംബിക ഒന്ന് ഞെട്ടി എല്ലാവരും നോക്കിയിട്ട് 1 മിനിറ്റ് എന്നും പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോവുകയാണ്. എന്താടാ മോനെ, പറയടാ, ഫോറസ്റ്റ് വെച്ച് തട്ടാന്നുള്ള പ്ലാൻ പൊളിഞ്ഞ്, അവരവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടമ്മേ. വിഷവാതകം കടത്തിവിട്ട് കൊല്ലാനാ നെക്സ്റ്റ് പ്ലാൻ. അത് സക്സസ് ആവുമമ്മേ. എടാ മോനെ, അവിടെ ഇട്ട് രണ്ടിനെയും തീർത്തേക്കണേ. ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല മോനെ, അമ്മ ധൈര്യത്തോടിരിക്കും, എന്തായാലും ജീവനോട് ഇവിടെ ഞാൻ രണ്ടിനെയും വിടത്തില്ല. അംബിക വലിയ സന്തോഷത്തോടെ, ശരിയടാ മോനെ, അവരെ രണ്ടിനെയും തീർത്ത് കഴിഞ്ഞാലേ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത എൻ്റെ മോൻ്റെ കയ്യിലോട്ട് വരാൻ പോകുന്നത്. അതെൻ്റെ മോൻ മറക്കണ്ട. ശരിയമ്മേ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും ഫോൺ കട്ട് ചെയ്യുക. അംബിക ഇങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുക. രാജുവും ഹൃദയ റൂമിൽ വന്നിട്ട് രാജു ഹൃദയോട് പറഞ്ഞ്, ഇവിടുന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചു പോകരുത്. രാജു ഹൃദയോട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എന്താ രാജു ഇവിടുന്ന് വെള്ളം പോലും കുടിക്കണ്ടെന്ന് പറഞ്ഞത്? അത് ഋതു, നമ്മൾ പുറത്തുനിന്ന് കഴിച്ചല്ലോ, അതുകൊണ്ടാ. എന്നാൽ ഇനി നമുക്ക് കിടക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ആ ഗൗതമൻ സോയയും കൂടെ അവിടെ റൂമിൻ്റെ ജനലിലോട്ട് വിഷവാതകം കടത്തി വിടുവാണ്. ഹൃതികയ്ക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടിക്കൊണ്ട് ചുമച്ചോണ്ട്, രാജു എന്താ ഇത്? രാജുവിനെ ശ്വാസം മുട്ടുകയും ചുമക്കുകയും ചെയ്യുന്നു. രാജു എന്താ ഇത്? രാജു ഓടി വന്ന് കതവ് തുറക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. ഇത് ചതിയാണ് ഋതു, ദീപക്കിൻ്റെയും അംബികയുടെയും ചതി. പുറത്തോട്ടുള്ള വാതിലുകളൊക്കെ പൂട്ടിയിരിക്കുവാണ്. ഹൃതികയ്ക്ക് വല്ലാതെ ശ്വാസം മുട്ടി രാജു രാജു എന്നും തളർന്ന രാജുവിൻ്റെ നെഞ്ചിലോട്ട് വീഴുവാണ്. ഇല്ല, എൻ്റെ ഹൃതികയെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല, ഇവരുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങില്ല. രാജു ആ ജനലിൻ്റെ കഥ ഉടച്ചിട്ട് ഹൃതികയും പൊക്കിയെടുത്ത് അതിൽ കൂടെ ചാടുവാണ്. അങ്ങനെ ചാടി വെളിയിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ദാണ്ട് ഒരു പന്തവും കൊളുത്തിക്കൊണ്ട് ദീപക് ഇങ്ങനെ നിൽക്കുക.
രാജുവും ഹൃതിയെ അവനെ കൊണ്ടെന്ന് ഞെട്ടുന്നുണ്ട്. അവൻ പറയുക, എൻ്റെ അമ്മയുടെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന രണ്ടിനെ ഞാൻ ജീവനോടെ വിടത്തില്ല, രണ്ടിനെ വിട്ടിട്ട് ചുട്ടു കൊന്നുകളയും ഞാൻ. ഒരൊറ്റ ചാട്ടത്തിന് രാജു ദീപക്കിൻ്റെ കയ്യിലിരിക്കുന്ന പന്തം തള്ളിക്കളഞ്ഞിട്ട് അടിയോടടി എടുത്തിട്ട് പൊരിഞ്ഞടിയാണ് ദീപക്കിന്. ദീപക്കും അടിക്കുന്നുണ്ട് രാജുവിനെ. ശബ്ദം കേട്ടുകൊണ്ട് ഗൗതമും സായയും വരുന്നുണ്ട്. ഓടി വന്ന ഗൗതം രാജുവിനെ പിടിച്ചു കൊടുക്കുവാണ് ഈ ദീപക്കിന് ഇടിക്കാൻ. അതുപോലെ തന്നെ സോയയെ ആക്രമിക്കുവാണ് ഋതിക ശരിക്ക് അടിക്കുന്നുണ്ട് സോയെ. അങ്ങനെ അവിടെ പൊരിഞ്ഞടി നടക്കുമ്പോൾ ആ സമയത്ത് ഒരു പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നുണ്ട്. ആ ശബ്ദം കേട്ടതും ദീപക്ക് നോക്കിയിട്ട് അവൻ ഓടുവാണ്. ഗൗതമും സോയയും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ രാജുവും ഋതികയും അവരെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുവാണ്. പോലീസുകാരങ്ങോട്ട് ഓടി വന്ന് ഗൗതമിനെയും സോയയും പിടിക്കുന്നുണ്ട്. വേറൊരുത്തനും കൂടെ ഉണ്ടായിരുന്നല്ലോ, അവനങ്ങോട്ട് ഓടിപ്പോയല്ലോ, അവനെ നിങ്ങൾ അറിയുമോ എന്ന് രാജുവിനോട് ചോദിച്ചപ്പോൾ രാജു ഒന്ന് ആലോചിച്ചിട്ട് അറിയില്ല എന്നാണ് പറയുന്നത്. രാജു കൃത്യമായിട്ട് ലൊക്കേഷൻ അയച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് എളുപ്പം ഇങ്ങോട്ട് എത്താൻ പറ്റിയത്. പ്രതാപവർമ്മ സാറിനെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നൊക്കെ പോലീസുകാർ പറയുന്നുണ്ട്. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സാറേ, ഞങ്ങൾക്കൊരു കാർ അറേഞ്ച് ചെയ്തു തരണം. അതിനെന്താ, ഈ രണ്ടിനെയും പിടിച്ച് ജീപ്പിലോട്ട് കയറ്റി ഗൗതമിനെയും സോയയും പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഋതികയെ രാജു സ്നേഹം കൊണ്ട് തലോടി ആശ്വസിപ്പിക്കുവാണ്. അങ്ങനെ വീട്ടിലോട്ട് പുറപ്പെടാനായിട്ട് രാജുവും ഋതികയും റെഡിയായി നിൽക്കുവാണ്. ഋതിക ചോദിക്കുന്നുണ്ട്, രാജു കാർ ഇപ്പോൾ വരുമോ? വരും. ആ CI സാറാണ് നമ്മളെ തക്ക സമയത്ത് സഹായിച്ചത്. നമ്മുടെ കാറെ ക്രെയിൻ വെച്ച് പൊക്കിയെടുത്തു. നമുക്ക് തിരികെ പോകാൻ വേറൊരു കാർ അറേഞ്ച് ചെയ്തു തന്നിട്ടുമുണ്ട്. എന്നാലും ആ അംബിക ആ ദീപക്കിനെ നമ്മുടെ പുറകിന് വിട്ടല്ലോ. അവനിട്ട് ഞാൻ ഈ കൊടുത്തുവന്നും പോരാറുതു. ശരിക്കും അതിനുള്ള കണക്ക് എനിക്ക് തീർക്കണം. അതിനുള്ള ഒരു പ്ലാൻ നമുക്ക് ഉടനെ തയ്യാറാക്കണം. അതിന് പ്ലാനുകൾ ഇങ്ങനെ ഇഷ്ടം പോലെ കിടക്കുമല്ലേ രാജു. ഇനി രണ്ട് ലക്ഷ്യം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, അംബികയും മകനും ആരാണെന്ന് ശരിക്കും അച്ഛന് മനസ്സിലാക്കി കൊടുക്കണം. അത് ബുദ്ധിപൂർവ്വം വേണം അച്ഛനോട് പറയാൻ. പിന്നെ രണ്ടാമത്തത്, ആരുടെ ഒരു ശല്യമില്ലാതെ എൻ്റെ അച്ഛനും അമ്മയും സുഖമായിട്ട് ജീവിക്കണം. അതുതന്നെയാണ് ഋതു എൻ്റെ ആഗ്രഹം. പക്ഷേ രാജു, ഈ ബ്യൂട്ടിഫുൾ പ്ലേസിൽ സുഖമായിട്ടൊരു 3 ദിവസം താമസിക്കാൻ നമുക്ക് പറ്റിയില്ലല്ലോ. എൻ്റെ ആ മോഹങ്ങളൊക്കെ 8 നിലയിൽ തന്നെ അങ്ങോട്ട് പൊട്ടി. അതിനെന്താ, നമ്മുടെ ഹണിമൂൺ ഡേയ്സ് ഇങ്ങനെ നീണ്ടു കിടക്കുമല്ലേ ഋതു. ഇനി നമുക്ക് വയനാട്ടിലോട്ട് പോയാലോ ഋതു? അയ്യോ, അവിടെയും ഉണ്ട് ശത്രു. അയ്യോ, അതാരാ ഋതു? മുതല. അങ്ങനെ രാജു ഋതിയെ ഒരുപാട് വിഷമിച്ചെങ്കിലും വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അംബിക മതിമറന്ന് ചിരിക്കുവാണ്. അംബിക മനസ്സിൽ പറയാം, അല്പം കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഒരു കോൾ വരും. എൻ്റെ മനസ്സിലേക്ക് മഞ്ഞുതുള്ളികൾ വന്ന് പതിക്കുന്ന പോലൊരു ശുഭവാർത്ത. ഋതികയ്ക്കും രാജുവിനും അപകട മരണം. ആ സമയം രാജുവിൻ്റെ വീട്ടിലോട്ടൊരു കാറ് വരുന്നുണ്ട്. വേണിവട്ടം വന്ന് എളുപ്പം നോക്കുക. ദാണ്ട കാറിൽ നിന്നും രാജുവും ഋതികയെ ഇറങ്ങി വരുവാണ്. കാറിൻ്റെ ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു കൊച്ചമ്മണിയും വന്ന് നോക്കുന്നു. അല്ല, അത് കൃതിക മോളും രാജുവല്ലയോ? ഇവരെന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോകുന്നത്? വേണിവേട്ടൻ ഉറക്കം വിളിക്കുന്നുണ്ട്. രാധേ, എഴുതാണ്ട പിള്ളേര് വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വാ. അംബിക അത് കേട്ട്, പിള്ളേരോ? അതേത് പിള്ളേരാ? സംശയം തീർക്കാനായിട്ട് അംബിക എഴുന്നേറ്റ് വരുന്നുണ്ട്. കൊച്ചമ്മണി ചോദിക്കുന്നു, എന്താ മക്കളെ, കാട്ടുതീ വല്ലതും പിടിച്ചോ? അതോ വല്ല വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായോ? രാജു അംബികയെ തറപ്പിച്ചൊന്ന് നോക്കുന്നുണ്ട്. അംബികയെ ഒന്ന് നോക്കിയിട്ട്, അല്ല ഇവളും രക്ഷപ്പെട്ടോ? ഇവളുടെ നോട്ടം കണ്ടാൽ അറിയാം കെണി ഒരുക്കിയത് ഞാനാണെന്നവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ മക്കളെ എളുപ്പം ഇങ്ങ് പോകുന്നത് എന്ന് രാധമ്മ ചോദിക്കുമ്പോൾ രാജു പറയും, അവിടെ ഒരു സുഖമില്ലമ്മേ, താമസിക്കാനൊരു സൗകര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം ഇങ്ങ് പോകുന്നു. അയ്യോ, കഷ്ടമായി പോയല്ലോ മക്കളെ. അത് സാരമില്ലെങ്കിലേ, ഞങ്ങൾക്ക് ബ്രിട്ടീഷ് ബംഗ്ലാവും ഈ വീടുമൊക്കെ ഒരുപോലെ തന്നെയാണ്. ഒച്ചമണി അത് കേട്ടിട്ട് പറയും, ഇവർക്ക് 2 പേർക്കും അച്ഛനെയും അമ്മയും ബന്ധുക്കളെയും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അത് തന്നെ കാരണം. അംബിക ഉടനെ പറയും, അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും അവർ വന്നല്ലോ, അവർ പോയി ഇനി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. അംബികയെ നോക്കി അർത്ഥം വെച്ചതിന് ഋതികയും പറയും, അതെ, ഞങ്ങൾക്കിനി കുറച്ച് റെസ്റ്റ് എടുക്കണം, രാജു വാ എന്നും പറഞ്ഞ് അവർ റൂമിലോട്ട് പോവുകയാണ്. കൊച്ചമ്മണിക്ക് തീരെ പറ്റുന്നില്ല. എന്നാലും ഈ പിള്ളേർക്ക് എന്താ, ഉല്ലസിച്ച് നടക്കേണ്ട സമയത്ത് ഉല്ലസിച്ച് നടക്കണ്ടേ? ഇനി കാട്ടിലെ കാട്ടുമൃഗങ്ങളുമായിട്ട് വല്ല ഈശാപോശ ഉണ്ടായോ? വേണിവട്ടം കളിയാക്കുന്നുണ്ട്. കാട്ടിലെ ഈശാപോശയുള്ള മൃഗങ്ങളൊന്നുമില്ല, അവരൊക്കെ കുറച്ച് മര്യാദയുള്ളവരാ. ആരും കാണാതെ പെട്ടെന്ന് അംബിക റൂമിൽ വന്ന് ദീപക്കനെ വിളിക്കുക, എടാ നീ കൊല്ലുവന്ന് വീരവാദം മുഴക്കിയിട്ട് എന്തൊടുക്കുമായിരുന്നടാ? അവർ 2 പേരും ഇരട്ടി ശക്തിയോട് ഇവിടെ വന്ന് കയറി. എന്ത് ചെയ്യാനാമേ, അവർക്ക് 2 പേർക്കും അല്പം ആയുസ് കൂടുതലാ. കൊല്ലാനുള്ള എല്ലാ വഴിയും നോക്കി, ഒരു രക്ഷയും കിട്ടില്ല. അതേടാ, നിനക്ക് ഒരു രക്ഷയും കിട്ടത്തില്ലടാ. നിനക്ക് നല്ല അവശതയായി കാണുമല്ലോടാ. അവൻ എടുത്തിട്ട് നിന്നെ ശരിക്ക് ചാർത്തി കാണുമല്ലോ. ഏറ്റുമുട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ 1-2 എണ്ണമൊക്കെ എനിക്കും കിട്ടുമമ്മേ. പിന്നെ 1-2 എണ്ണം പോയി വല്ല ഈ തിരുമൽ വൈദ്യശാലയിൽ അങ്ങനെ പോയി ഇരിക്കടാ. ഇടികൊണ്ടിട്ട് അവന് മിണ്ടാൻ പോലും വയ്യ. നിന്റെ ശരീരമൊക്കെ ചീർത്ത് വരുവടാ. നീ എളുപ്പം ആശുപത്രിയിൽ അങ്ങനെ പോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇതാണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് രാജുവും ഋതിയെ ഇങ്ങനെ നോക്കി നിൽക്കുക. അംബിക അങ്ങ് ഞെട്ടിപ്പോയി. ഋതിയെ കളിയാക്കലോടെ ചോദിക്കുക, അല്ല ആരായിരുന്നു ഫോണിൽ?
അതെൻ്റെ ഫ്രണ്ട് കോമളവല്ലി. അല്ല, അമ്മായിക്ക് ഇവിടെ സുഖം തന്നെ അല്ലായിരുന്നോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല മേഡം, ഇവിടെ ഉള്ളവരെന്തെങ്കിലും മോശമായിട്ട് മേഡത്തിനോട് പെരുമാറിയോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്നോട് ആരും മോശമായിട്ട് പെരുമാറിയില്ല. അയ്യോ ഋതു, ഇത് കേട്ടോ, ആരും മോശമായിട്ട് പെരുമാറിയില്ലെന്ന്. അയ്യോ അങ്ങനെയാണോ? എന്നാൽ അതും കൂടി ഞാനങ്ങ് തീർത്തേക്കാം എന്നും പറഞ്ഞ് സകല ശക്തിയെടുത്ത് ഋതിക അംബികയുടെ കർണക്കുറ്റി നോക്കി ഒരൊറ്റ അടി. അംബികയുടെ കണ്ണിക്കൂടെ കണ്ട പൊന്നീച്ച പറഞ്ഞു. അംബിക ഇടി എന്നും പറഞ്ഞ് ഋതികയുടെ നേരെ കയ്യോങ്ങുമ്പോൾ രാജു, വേണ്ട, ആ കൈ ഞാനിഞ്ഞ് പിടിച്ചെടുത്ത് ഓടിച്ചെറിയുവേ. ഞങ്ങൾ പോകുന്നിടത്തൊക്കെ നിന്റെ മകനെ വിട്ട് നീ ഞങ്ങളെ ഇങ്ങ് കൊല്ലാൻ നോക്കുക അല്ലേ? എൻ്റെ ഋതു, മകനെ ബലിയാടാക്കുന്ന ഇതുപോലൊരു തള്ളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവന് ശരിക്കും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചില മർമ്മങ്ങളൊക്കെ ഞാൻ തകർത്തങ്ങ് വിട്ടിട്ടുണ്ട്. ചിലപ്പോൾ 10 മാസത്തിനകം അവനങ്ങ് തട്ടിപ്പോവും. അംബിക അത് കേട്ടെന്ന് ഞെട്ടുന്നുണ്ട്. ഋതിക പറയാ, ഞങ്ങളെ 2 പേരെയും കൊല്ലാൻ നിങ്ങൾ പല പ്രാവശ്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. തിരിച്ച് നിങ്ങളോട് ഇതിന് പകരം ചോദിക്കാനേ ഞങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല. വർമ്മ സാറിന് നിങ്ങളോട് കുറച്ച് സെന്റിമെന്റ്സ് ഉണ്ട്. ആ ഒരൊറ്റ കാര്യം ഓർത്തിട്ടാണ് ഞാൻ നിങ്ങളോടങ്ങ് ക്ഷമിക്കുന്നത്. അയ്യോടെ പിടികൂടിയെങ്കിലും അംബികയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നീയൊക്കെ എന്നോട് ഒന്നും ചെയ്യില്ലടാ. എൻ്റെ ശത്രുക്കളെ ഓരോന്നായിട്ട് ഞാൻ കൊന്നൊടുക്കൂടാ. എന്നിട്ടേ ഈ അംബിക വർമ്മ ഇനി അടങ്ങും. വെല്ലുവിളിയൊന്നും വേണ്ട അംബികയെ. നിന്നെപ്പോലൊരു ക്രിമിനൽസ് ആകാനല്ല ഞങ്ങളെ പേരൻസ് ഞങ്ങളെ വളർത്തിയത്. നല്ല മനുഷ്യരായി മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് ജീവിക്കാനാ. പക്ഷെ നിങ്ങൾ ഇനിയും പകയും പ്രതികാരവും നിർത്താൻ ഭാവമില്ലെങ്കിൽ ചോര കണ്ടേ ഈ കളി തീരും. അജ്ഞാതന്റെ വെടികൊണ്ട് അംബിക വർമ്മയും മകൻ ദീപക്കും കൊല്ലപ്പെട്ടു എന്ന വാർത്ത ടിവിയിലും പത്രത്തിലും വരാതെ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ തെരുവിലായിരിക്കും അന്ത്യം. നിങ്ങൾ നല്ലതുപോലെ ഓർമ്മിച്ചോ എന്നും പറഞ്ഞ് രാജു ഒരു താക്കീത് കൊടുത്തിട്ട് ഹൃദയം കൂട്ടിയിട്ടങ്ങ് പോവുകയാണ്. അംബിക അവിടെ നിന്നുകൊണ്ട് പറയുക, നീ എന്നെ തല്ലി, നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാവടി. ഋതിക കൊച്ചമ്മണിയോട് പറയാം, അയ്യോ വല്യമ്മേ, കാട്ടുതേനൊന്നും മേടിക്കാൻ പറ്റിയില്ല. ഇങ്ങോട്ട് പോരുന്നിടത്ത് എങ്ങോട്ട് കണ്ടതുമില്ല. അതൊന്നും സാരമില്ല, ആ കാട്ടുതേൻ കുടിച്ചില്ലെന്നും പറഞ്ഞ് ഞാൻ ചാകാനും ഒന്നും പോകുന്നില്ല. അപ്പോഴംബിക അങ്ങോട്ട് വന്നിട്ട് അവിടെ മാറി നിൽക്കുക. ഋതിക കണ്ടിട്ട്, എന്താ അമ്മായി അവിടെ തന്നെ നിൽക്കുന്നത്? ഇവിടെ രഹസ്യമൊന്നുമില്ല, അമ്മായി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ അംബികയെ, വല്ലതും മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാമല്ലോ. കൊച്ചമ്മണിയും വിളിക്കുവാണ്. ഇവരുടെ യാത്രാ വിവരണമൊക്കെ കേൾക്കാം, അങ്ങോട്ട് ഇരിക്കമ്പികയെ. അങ്ങനെ അംബിക അവിടെ ഇരിക്കുവാണ്. മൊത്തം കാട്ടിലെ കാര്യങ്ങളാ പറയുന്നത്. അംബികയ്ക്ക് പിന്നെ കാടും മേടും ഒക്കെ നല്ല പരിചയമുള്ളതാണല്ലോ. കൊച്ചമണി കിട്ടിയ അവസരം പാഴാക്കാതെ വെച്ച് താങ്ങുന്നുണ്ട് അംബികയ്ക്ക്. പണ്ട് സൂര്യമംഗലത്തിൽ നിന്ന് ഒരു കൈ പാലും മറ്റേ കൈയിൽ ചാണകവും കൊണ്ട് കാടുവഴിയായിരുന്നല്ലോ അന്ന് അംബിക പോയിക്കൊണ്ടിരുന്നത്. അംബിക വിളറിയിരിക്കുന്ന കണ്ടിട്ട് പെട്ടെന്ന് രാധമ്മ വിഷയം മാറ്റുക. മോളെ, കാട്ടുമൃഗങ്ങളെ വല്ലതും കണ്ടായിരുന്നോ? അയ്യോ ഉണ്ടായിരുന്നു രാധമ്മേ, ഞങ്ങൾ താമസിക്കുന്ന ബ്രിട്ടീഷ് ബംഗ്ലാവിന്റെ പുറത്തു തന്നെ ഉണ്ടായിരുന്നു 3 എണ്ണം. വേണിവട്ടം ചോദിക്കുന്നു, അയ്യോ മോളെ, പുലിയോ വല്ലതും ആയിരുന്നോ? അതല്ലെങ്കിലേ ഈ കാട്ടു പട്ടികളെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓ ചെന്നായായിരുന്നോ മോളെ? കൊച്ചമ്മണി പറ, ഇത്രയും വൃത്തികെട്ട ഒരു ജന്തു പിടിക്കുന്നിടം കടിച്ചു കീറി തിന്നും. കൊന്നു തിന്നാനുള്ള ക്ഷമയൊന്നും ഇല്ല അതിന്. എന്തൊരു മാരണമാണെന്നറിയാവോ ഈ ജന്തു? ഋതിക ഓട്ടക്കണ്ടിട്ട് ഇങ്ങനെ അംബികയെ നോക്കുക. അല്ല ജയൻ്റെ അമ്മേ, ജയൻ്റെ അമ്മയ്ക്ക് ചെന്നായ പരിചയമുണ്ടോ? പിന്നെ ഇല്ലേ, ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടിട്ടുണ്ടോ ഒരു ചെന്നായെ? കൊച്ചമ്മണി ഒരു വളിച്ച കഥ പറയാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് രാധമ്മ പറയും, അമ്മേ കഥയൊക്കെ നമുക്ക് പിന്നെ പറയാം. രാധമ്മ ഋതിയോട് ചോദിക്കുന്നു, മോളെ, ചെന്നായിക്കൂട്ടം വല്ലതും നിങ്ങളെ ഉപദ്രവിച്ചോന്നോ? രാജു ഉരുളം കമ്പി എടുത്ത എല്ലാത്തിനും ചാർത്തിയത്. അംബികയെ ഒന്ന് നോക്കിയിട്ട് രാജു പറയാം, ആ കൂട്ടത്തിലൊരു വൃത്തികെട്ട ചെന്നായി ഉണ്ടായിരുന്നു. അതിൻ്റെ അടിവയറ് നോക്കി ഞാനൊരു കീറ് കൊടുത്തിട്ടുണ്ട്. അത് മിക്കവാറും ക്ഷയരോഗം വന്നങ്ങ് ചാകും. അംബിക ഇങ്ങനെ രാജുവിനെ തുറിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ രാജു പറഞ്ഞിട്ട് അംബിക ഒന്നും മിണ്ടാതിരിക്കുന്ന കണ്ടിട്ട് കൊച്ചമ്മണി ചോദിക്കുക, അംബിക എന്താ കുപ്പി വിഴിഞ്ഞ മൂർക്കം പാമ്പിനെ പോലെ ഇരിക്കുന്നത്? എന്തോ ഒരു തികട്ടല് പോലെ. ഓണത്തിൻ്റെ ഇടയിൽ ഇവിടെ പുട്ട് കച്ചവടം നടക്കുന്നുണ്ട്, ഞാൻ ഇപ്പം വരാവേ എന്ന് പറഞ്ഞ് കൊച്ചമ്മണി പെട്ടെന്ന് അകത്തോട്ട് ഓടിപ്പോകുന്നുണ്ട്. പ്രിയ ആഹാരം എടുത്തോണ്ട് പോകുന്നത് കൊച്ചമ്മണി കണ്ടോന്നറിയില്ല. പ്രിയ വന്ന് കതവ് തുറന്ന് ജയന് ആഹാരം കൊടുക്കുവാണ്. ഇനി അങ്ങോട്ട് വരാനാണോ കൊച്ചമ്മണി ഓടിയതൊന്നും അറിയില്ല. കറക്റ്റായിട്ടും കൊച്ചമ്മണി അതിന് തന്നെയാണ് വന്നത്. അവരുടെ ഡോറെ വന്നിങ്ങനെ തട്ടുവാണ്. പ്രിയ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ നോക്കുവാണ്. അയ്യോ ആരായിരിക്കും, കുഴപ്പമാകുമോ എന്ന് ജയനും ഇങ്ങനെ ഭയന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയ്ക്ക് കിട്ടാനുള്ളതൊക്കെ ഇനി അവിടിട്ട് കിട്ടും. അംബികയും മകനും കാണിച്ച ഈ ക്രൂരതയ്ക്ക് രാജുവും ഋതികയും ക്ഷമിക്കില്ല. അതിനുള്ള പ്രതികാരം തന്നെ കൊടുക്കും. പ്രതാപനെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഋതികയും രാജുവും പറഞ്ഞ് മനസ്സിലാക്കും? പ്രതാപൻ അത് വിശ്വസിക്കുമോ എന്നൊന്നും അറിയില്ല. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ അടുത്ത റിവ്യൂവിൽ പറയാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.